ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സൈനികർക്കായി കാസർകോട്ടെ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പ്രാർത്ഥന. കാശി മഠാധിപതിയുടെ നിർദ്ദേശപ്രകാരം രാജ്യത്തെ എല്ലാ ക്ഷേത്രങ്ങളിലും പ്രാർത്ഥന നടത്തിയിരുന്നു. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ റോഡിലെ വരദരാജ വെങ്കിട്ടരമണ ക്ഷേത്രത്തിൽ നടന്ന വിശേഷ പ്രാർത്ഥനയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ന്യൂ ജനറേഷനുകൾക്കിനി ന്യൂ ജൻ കോഴ്സുകൾ പഠിക്കാം. ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ, അതിവേഗം ജോലി നേടാൻ ശ്രീശങ്കരാചാര്യ. ഗൾഫ് ബസാർ ബിൽഡിംഗ് നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കാസർഗോഡ്. കോൺടാക്ട് 8547508088. രാജ്യത്തെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ ഭീകരാക്രമണ കേന്ദ്രങ്ങൾ തകർത്തിരുന്നു. തുടർന്ന് അതിർത്തിയിൽ പാക് പ്രകോപനമുണ്ടാകുകയും ഇന്ത്യൻ സൈന്യം തിരിച്ചടി നൽകുകയും ചെയ്തിരുന്നു. വെടിനിർത്തൽ കരാർ നിലവിൽ വന്നുവെങ്കിലും അതിർത്തി അസ്വസ്ഥമാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുക്കുന്ന സൈന്യത്തിനായി രാജ്യം മുഴുവനായും പ്രാർത്ഥനയിലാണ്. സൈനികർക്ക് വേണ്ടി രാജ്യത്തെ എല്ലാ ക്ഷേത്രങ്ങളിലും വിശേഷ പ്രാർത്ഥനകൾ നടത്തി. കാശി മഠാധിപതിയുടെ നിർദ്ദേശപ്രകാരം രാത്രി 8 മണിക്കാണ് പ്രാർത്ഥന നടത്തിയത്. കാസർകോട്ടെ ക്ഷേത്രങ്ങളിലും കാശി മഠാധിപതിയുടെ നിർദ്ദേശപ്രകാരം പ്രാർത്ഥനകൾ നടന്നു. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ റോഡിലെ വരദരാജ വെങ്കിട്ടരമണ ക്ഷേത്രത്തിൽ നടന്ന വിശേഷ പ്രാർത്ഥനയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. कामितार्थप्रदाने श्रीमन्नाथाय श्रीनिवासाय नमः। लोकाभिरामं श्रीरामं भूयो भूयो नमामि। नरसिंहं भीषणं ക്ഷേത്ര മാനേജിംഗ് ട്രസ്റ്റി കെ ജഗദീഷ് കാമത്ത്, ട്രസ്റ്റിമാരായ സി രവിശങ്കർ കാമത്ത്, കെ ഗണേഷ് പ്രഭു എന്നിവർ നേതൃത്വം നൽകി. ഭാരതാംബയ്ക്കായുള്ള വിശേഷ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനായി നിരവധി പേരാണ് ക്ഷേത്രത്തിലെത്തിയത്. കാശി മഠാധിപതിയുടെ നിർദ്ദേശപ്രകാരം കാസർഗോഡിന് പുറമെ മഞ്ചേശ്വരം, ഹൊസ്ദുർഗ് ക്ഷേത്രങ്ങളിലും വിശേഷ പ്രാർത്ഥനകൾ നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.